രണ്ടാമത്തെ ലോ. രണ്ടാമത്തെ ലോന്റെ പേരാണ് ചാൾസ് ലോ. ചാൾസ് ലോ. ഇവിടെ നമ്മൾ ആ 4 ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാ? വി, ടി, പി ആൻഡ് എൻ അല്ലെ. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത് പിയും എന്നുമാണ്. ഗ്യാസിന്റെ പ്രഷറിനെയും ഗ്യാസിന്റെ എമൗണ്ടിനെയും എന്നെന്താണോ എന്നെന്താ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ എമൗണ്ട് ഓഫ് ഗ്യാസ്. ഗ്യാസിന്റെ എമൗണ്ടിനെയും ഗ്യാസിന്റെ പ്രഷറിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. എന്നിട്ട് ടെമ്പറേച്ചർ മാറ്റുമ്പോൾ വോളിയത്തിൽ എന്ത് മാറ്റം വരുന്നു എന്ന് നോക്കുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താവും? ഈ ഗ്യാസ് ഇതൊരു കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിൽ ഞാനൊരു ഗ്യാസ് എടുത്തു. ഈ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താവും? ഗ്യാസിന്റെ കൈനറ്റിക് എനർജി കൂടും. ചൂടാക്കുമ്പോൾ എന്താവും? ഗ്യാസിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് എന്താവും? കൂടുതലായിട്ടുള്ള സ്പീഡിൽ വന്നിട്ട് ഇതിന്റെ വാളിൽ ഇടിക്കാൻ തുടങ്ങും. അപ്പൊ എന്താവും? ഈ വാൾ എക്സ്പാൻഡ് ചെയ്യും അല്ലേ. ഇനി എന്താ? വോളിയം കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. അതേപോലെ തന്നെ ടെമ്പറേച്ചർ കുറക്കുമ്പോൾ ഗ്യാസ് തണുക്കും. ടെമ്പറേച്ചർ കുറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസിന്റെ കൈനറ്റിക് എനർജി കുറയും. അപ്പൊ കൈനറ്റിക് എനർജി കുറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം അടുത്ത് വരും. അപ്പൊ എന്തായി? ഓക്യുപൈ ചെയ്യാൻ പറ്റുന്ന സ്പേസിന്റെ അളവ് കുറയും, വോളിയം കുറയും. ശരിയല്ലേ? ശരിയല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ സാധാരണ വേനൽക്കാലങ്ങളിൽ വണ്ടിയുടെ ടയറുകളിൽ ഫുള്ള് കാറ്റ് നിറക്കാൻ പാടില്ല എന്ന് പറയലുണ്ട്. എന്തേ? വേനൽക്കാലത്ത് നല്ലോണം ചൂടാകും, ടയറൊക്കെ നന്നായി ചൂടാകും. സ്വാഭാവികമായിട്ടും ഉള്ളിലുള്ള ട്യൂബിലുള്ള ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താവും? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സ്ഥലം വേണ്ടേ? ട്യൂബിന്റെ ഉള്ളിൽ സ്ഥലം വേണ്ടേ? ട്യൂബ് ഓൾറെഡി ഫില്ലാണെങ്കിൽ അതിന് എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലം കിട്ടൂല. സ്വാഭാവികമായിട്ടും ട്യൂബ് എന്താവും? പൊട്ടും, ടയർ പൊട്ടും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടയർ ട്യൂബിൽ ഫുള്ള് കാറ്റ് നിറക്കാൻ പാടില്ല. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ച് സ്ഥലം അവിടെ ആവശ്യമാണ്. ഓക്കെ അല്ലേ? അപ്പൊ തിരിച്ചു പോകാം. എന്താണ് ലോ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് പി ആൻഡ് എൻ. ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചത്? പി ആൻഡ് എൻ. അപ്പൊ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. V proportional to T. Volume of the gas is directly proportional to its temperature. അപ്പൊ നമുക്ക് ഇതൊന്ന് സ്റ്റേറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഇതാണ് എന്ത്? ചാൾസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല. V proportional to T at constant P and N. ഇനി എങ്ങനെ ഇത് സ്റ്റേറ്റ് ചെയ്യാം? ഇത് നോക്കിയാൽ പിന്നെ സ്റ്റേറ്റ് ചെയ്യുന്നത് പ്രയാസമില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെ പറയാം? at constant pressure volume of fixed amount of gas is directly proportional to its temperature. ഒന്നുകൂടി. at constant pressure volume of a fixed amount of gas is directly proportional to its temperature. ഇതിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു സാധനം കൂട്ടിച്ചേർക്കും. അതിപ്പോ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ചെറിയൊരു സാധനം അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ അല്ലേ? സോ V proportional to T at constant P and N. ഇനി നമുക്ക് അതിന്റെ വേറൊരു ഫോർമുല എഴുതാം. V is equal to എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കോൺസ്റ്റന്റ് വരൂലേ? ആ കോൺസ്റ്റന്റ് നമുക്ക് K into T എന്ന് വിളിക്കാം. K എന്ന് വിളിക്കാം. കോൺസ്റ്റന്റിനെ K എന്ന് വിളിക്കാം. സോ K into T. ഇനി T താഴോട്ട് എടുക്കേ. അപ്പൊ എന്താവും? V by T is equal to K. K എന്താണ്? Which is a constant. So this is the another mathematical form of our Charles law. V by T is equal to a constant. ഇനി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാസ് എടുത്ത്, ഏതെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ നേരത്തെ എടുത്ത ഓക്സിജൻ ഗ്യാസ് ഒന്ന് എടുത്താലോ? ഓക്കെ, ഓക്സിജൻ O2. അതിന്റെ പ്രഷറും അതിന്റെ നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ്. P and N ആണ് കോൺസ്റ്റന്റ്. P യും നമ്പർ ഓഫ് മോൾസ് ക്വാണ്ടിറ്റിയും മാറ്റുന്നില്ല.
ഗ്യാസിന്റെ അളവ് കൂട്ടുന്നില്ല, കുറക്കുന്നില്ല, പ്രഷർ കൂട്ടുന്നില്ല, കുറക്കുന്നില്ല. അപ്പോൾ ഞാൻ T1 എന്നുള്ള ടെമ്പറേച്ചറിൽ അതിന്റെ വോളിയം മെഷർ ചെയ്തപ്പോൾ എനിക്ക് V1 എന്ന് കിട്ടി. ടെമ്പറേച്ചർ ഞാൻ മാറ്റി T2 നാക്കി. സ്വാഭാവികമായിട്ടും വോളിയം മാറും. ആ വോളിയത്തിന് ഞാൻ V2 എന്ന് വിളിക്കുന്നു. സോ T1 ടെമ്പറേച്ചറിൽ വോളിയം V1, T2 ടെമ്പറേച്ചറിൽ വോളിയം V2. ഓക്കെ, പറഞ്ഞു പിയും എന്നും കോൺസ്റ്റന്റ് ആണ്. പിയും എന്നും കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ചാൾസ് ലോ അപ്ലൈ ചെയ്യാം. എന്താണ് ഇവിടുത്തെ ചാൾസ് ലോ? V1 വോളിയത്തിൽ ടെമ്പറേച്ചർ എത്രയാണ്? T1. എങ്കിൽ ചാൾസ് ലോ എന്താണ്? V1 by T1 is equal to a constant A. അതേപോലെ V2 by T2 is equal to a constant K. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും K ഈക്വൽ ആണ്. ഇത് K ഈക്വൽ ആണ്, ഇതും K ഈക്വൽ ആണ്. അപ്പൊ ഇത് രണ്ടെണ്ണം ഈക്വൽ അല്ലേ? അപ്പൊ എന്താണ്? V1 by T1 is equal to V2 by T2. ഇതാണ് ചാൾസ് ലോന്റെ വേറൊരു ഫോർമുല. ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോർമുല. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടി ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ഫോം? V proportional to T, V by T is equal to a constant A, V1 by T1 is equal to V2 by T2. സിമ്പിൾ. ഇനി നമുക്കതിന്റെ ഗ്രാഫിക്കൽ ഫോം വരക്കണം. ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തലക്ക് പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, പറയട്ടെ. നമ്മൾ ആ ഗ്രാഫ് വരക്കാൻ പോവാണ്. ഞാൻ എക്സ് ആക്സിസിന് ടെമ്പറേച്ചർ എടുക്കുന്നു, വൈ ആക്സിസിന് ഞാൻ വോളിയം എടുക്കുന്നു. ഇനിയാണ് സംഗതി. ഇവിടെ ടെമ്പറേച്ചർ ഞാൻ എടുക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ ഞാൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഗ്രാഫ് വരച്ചിടോ. ഗ്രാഫ് വരച്ചു, വെറുതെ വരച്ചതല്ല. ആ ഗ്യാസിന് ഏതൊരു ഗ്യാസ്, ഏത് ഗ്യാസ് എടുക്കാം, ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വന്നു. ഹൈ ടെമ്പറേച്ചർ ഉണ്ടായി. ആ ഹൈ ടെമ്പറേച്ചറിൽ വോളിയം വളരെ കൂടുതലാണ്. എന്താ പറഞ്ഞില്ലോ? എന്താണ് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ വോളിയം കൂടുതലാണ്. അപ്പൊ എവിടെ പോയിന്റ് കിട്ടും എനിക്ക്? എങ്ങനെ ഒരു പോയിന്റ്? ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ടെമ്പറേച്ചർ കുറച്ചു, വോളിയം കുറഞ്ഞു, ടെമ്പറേച്ചർ കുറച്ചു, വോളിയം കുറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയ ഗ്രാഫ് എങ്ങനെയെന്ന് അറിയാവുന്ന മക്കളെ? എനിക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതാണ് എനിക്ക് കിട്ടിയ ഗ്രാഫ്. വിയും ടിയും എടുത്ത് ഗ്രാഫ് വരച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ശരിയല്ലേ? നിന്നല്ലേ കിട്ടേണ്ടത്. കാരണം ചാൾസ് ലോ പറയുമ്പോൾ അവിടെ സംഭവിച്ചിട്ടില്ലേ? എന്താണ്? ഹൈ ടെമ്പറേച്ചർ, വോളിയം ഹൈ. As temperature decreases, volume decreases. Temperature decreases, volume decreases. അപ്പൊ ഗ്രാഫ് കിട്ടിയത് ശരിയല്ലേ? പറയടോ, ശരിയല്ലേ? ശരിയല്ല. അതെങ്ങനെ ഉള്ള പറഞ്ഞല്ലേ? വോളിയം കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞില്ല, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറഞ്ഞിട്ടില്ലേ? കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചാൾസ് ലോ ഫുള്ളായിട്ടാലോ ഒബേ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നേരെ നോക്ക്, 0 ടെമ്പറേച്ചറിൽ നോക്ക്. ഇതല്ലേ ഇവിടുത്തെ 0 ഡിഗ്രി സെൽഷ്യസ്. വോളിയം എത്രയാ? വോളിയം 0 ആണോ? അല്ല. വോളിയം 0 ആവണ്ടേ? ഇങ്ങോട്ട് വാ, ഈ ഇക്വേഷനിലേക്ക് നോക്ക്. എവിടെ? ഇതാ, ഈ ഇക്വേഷനിലേക്ക് നോക്ക്. ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയണം. ടെമ്പറേച്ചർ കുറഞ്ഞ് ടെമ്പറേച്ചർ 0 എത്തിയാൽ, ഞാൻ പറയുന്ന കേൾക്ക്,
ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയാൽ എന്നല്ല പറഞ്ഞേ. 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയാൽ എന്നല്ല ഞാൻ പറയുന്നത്. ടെമ്പറേച്ചർ 0-ലേക്ക് എത്തിയാൽ എന്താ അയാൾ അങ്ങനെ പറയുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് എന്താ 0 ടെമ്പറേച്ചർ അല്ലേ? ആണോ അല്ല നമുക്ക് നോക്കാം. ടെമ്പറേച്ചർ 0-ലേക്ക് എത്തിയാൽ വോളിയം 0 ആവണം. എന്തേ? 0 × K എത്രയാണോ? 0 × K എത്രയാണ്? 0. സോ V = 0 ആണ്. എപ്പോൾ ടെമ്പറേച്ചർ 0-ലേക്ക് എത്തിയാൽ ആ ഗ്യാസിന്റെ വോളിയം 0 ആവണം. ആയോ? ഇവിടെ ആയോ? ഇല്ല. നോക്ക്, ടെമ്പറേച്ചർ 0 ആയിന്, പക്ഷെ വോളിയം 0 ആയിട്ടില്ല. അപ്പൊ ഏതാ തെറ്റ്? ഗ്രാഫാണോ തെറ്റ്? ചാൾസ് ലോ ആണോ തെറ്റ്? ചാൾസ് ലോ തെറ്റല്ല. പിന്നെന്താ തെറ്റ്? ഗ്രാഫാണോ തെറ്റ്? അല്ല, ഗ്രാഫും ശരി തന്നെയാണ്. പിന്നെ ആർക്കാ തെറ്റ്? പറയുന്നത് എനിക്കാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാണോ? ഈക്വേഷനിലേക്ക് ഒന്നുകൂടി നോക്കി. ടെമ്പറേച്ചർ കുറഞ്ഞിട്ടെങ്ങാനും ടെമ്പറേച്ചർ 0-ലേക്ക് എത്തിയാൽ ആ ഗ്യാസിന്റെ വോളിയം 0 ആവണം. ആയില്ല. എന്തുകൊണ്ടെന്ന് അറിയാവോ? തെറ്റിവിടെയാണ്. നമ്മൾ ടെമ്പറേച്ചർ എടുത്ത യൂണിറ്റ് ഇല്ലേ, ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലല്ലേ നമ്മൾ അവിടെ ടെമ്പറേച്ചർ എടുത്തിട്ടുള്ളത് അല്ലേ? ആ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചറിന് ഒരുപാട് സ്കെയിലുകളുണ്ട്. ഡിഗ്രി സെൽഷ്യസ് സ്കെയില്, ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയില്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ടെണ്ണം. മൂന്നാമത്തെ ഒന്നുണ്ട്, നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ ഇനിയിപ്പോ ഡിഗ്രി സെൽഷ്യസ് സ്കെയില് മാറ്റിയിട്ട് ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ഇതേപോലെ തന്നെ കിട്ടാം. എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെയോ ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലിലെയോ 0 അല്ല യഥാർത്ഥ 0 ടെമ്പറേച്ചർ. ആ രണ്ട് സ്കെയിലിലെ 0 അല്ല യഥാർത്ഥ 0 ടെമ്പറേച്ചർ. അപ്പൊ എവിടെയാണ് ശരിയായ 0 ടെമ്പറേച്ചർ? ആ രണ്ട് സ്കെയിലിലെ 0 ആണ് യഥാർത്ഥ 0 ടെമ്പറേച്ചർ എങ്കിൽ അതിലെ 0-ലേക്ക് എത്തുമ്പോൾ, ആ സ്കെയിലിലെ 0-ലേക്ക് എത്തുമ്പോൾ V 0 ആയി കിട്ടണം. കിട്ടിയില്ല. എന്താണ് ഇൻഫറൻസ്? എന്താണ്? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ 0 അല്ല ശരിയായ 0 എന്ന് പറയുന്നത്. ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലിലെ 0 അല്ല ശരിയായ 0 എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ 0 ടെമ്പറേച്ചർ എവിടെയാണ്? ചാൾസ് ലോ പ്രകാരം എവിടെയാണ്? വോളിയം 0 ആകുന്ന ടെമ്പറേച്ചർ ആണത്. ചാൾസ് ലോ പ്രകാരം വോളിയം 0 ആകുന്നത് ഏത് ടെമ്പറേച്ചർ ആണോ ആ ടെമ്പറേച്ചർ ആണ് ശരിയായ 0 ടെമ്പറേച്ചർ. നോക്കടാ, ഇവിടെ 0 ആവണം. V 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. K കോൺസ്റ്റന്റ് ആണ്, അത് 0 അല്ല. അപ്പൊ K 0 അല്ലെങ്കിൽ പിന്നെ ഏതാ 0 ആവുന്നത്? T 0 ആവണം. അപ്പൊ ഏതാണ് ശരിയായ 0 ടെമ്പറേച്ചർ? V, അതായത് ഒരു ഗ്യാസിന്റെ വോളിയം 0 ആകുന്ന ടെമ്പറേച്ചർ, അതാണ് ശരിയായ 0 ടെമ്പറേച്ചർ. ഞാൻ ഈ പറഞ്ഞതിന് തന്നെ പറയാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ടേ. അപ്പൊ നമുക്ക് ആ 0 ടെമ്പറേച്ചർ ശരിയായ റിയലായിട്ടുള്ള 0 ടെമ്പറേച്ചർ കണ്ടെത്തണം. കണ്ടെത്തിയാലോ? അത് നമുക്കൊരാൾ കണ്ടെത്തി തന്നിട്ടുണ്ട്. അയാളുടെ പേരാണ്, അദ്ദേഹത്തിന്റെ പേരാണ് ലോർഡ് കെൽവിൻ. ലോർഡ് കെൽവിൻ. അദ്ദേഹം എന്താ ചെയ്തത് നമുക്ക് നോക്കാം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തതല്ല. ഈ കാര്യം ഒരുപാട് ശാസ്ത്രത്തിന് ഒരുപാട് എന്താ പറയാ, സയൻസിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തു. എങ്ങനെയാണെന്നറിയോ? ആ ഗ്രാഫ് ഉണ്ടല്ലോ, കിട്ടിയ ഗ്രാഫ്, ആ ഗ്രാഫിനെ അദ്ദേഹം ജസ്റ്റ് ഒന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്യും. എന്തുവാ എക്സ്ട്രാപോളേറ്റ് എന്ന് പറഞ്ഞാൽ നീട്ടി വരച്ചു. ഗ്രാഫിനെ ഒന്ന് നീട്ടി വരച്ചു. അങ്ങനെ ജസ്റ്റ് ഇതാ ഗ്രാഫിനെ നീട്ടി വരച്ചു.
അപ്പൊ ഗ്രാഫിനെ നീട്ടി വരച്ചപ്പോൾ നിങ്ങൾ നോക്കടാ മക്കളെ, ഈ ഗ്രാഫ് പോയിട്ട് എക്സ് ആക്സിനെ ടച്ച് ചെയ്തില്ല. ഈ പോയിന്റില് എക്സ് ആക്സിൽ എന്താ ഉള്ളത്? ടെമ്പറേച്ചർ അല്ലെ? എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് നീട്ടി വരുമ്പോ സ്വാഭാവികമായിട്ടും വോളിയം കുറഞ്ഞുകൊണ്ട് വന്നു എന്നല്ല അർത്ഥം. വോളിയം കുറഞ്ഞുകൊണ്ട് വന്നിട്ട് ഈ പോയിന്റിൽ വോളിയം എത്ര? 0. ഈ പോയിന്റിലാണ് വോളിയം 0 ആകുന്നത്. അപ്പൊ വോളിയം 0 ആകുന്ന ടെമ്പറേച്ചർ ഏതാ? അത് ഈ ടെമ്പറേച്ചർ ആണ്. അത് നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഡിഗ്രി സെൽഷ്യസിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോ ഡിഗ്രി സെൽഷ്യസിൽ മൈനസ് വരില്ലേ? -100 -1 -2 -3 -100 ഇതാ ഇവിടേക്ക് എത്തുമ്പോ -200. ഈ ടെമ്പറേച്ചർ എത്ര അറിയാവാ? ഈ ടെമ്പറേച്ചർ -273 ഡിഗ്രി സെൽഷ്യസ്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് എത്ര അറിയാവാ? -273.15 ഡിഗ്രി സെൽഷ്യസ്. എളുപ്പത്തിന് വേണ്ടി നമ്മൾ -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. അപ്പൊ ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഈ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്താൽ അത് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ വോളിയം എന്താകുന്നുണ്ട്? അവിടെ വോളിയം 0 ആകുന്നുണ്ട്. എടാ ആ ടെമ്പറേച്ചർ നിങ്ങൾ ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കിയേ. ആ ടെമ്പറേച്ചർ ഈ ഇക്വേഷനിൽ കൊടുത്തു നോക്കടാ. K × -273 മൈനസ് വാല്യൂ കിട്ടാ. വോളിയം മൈനസ് ആയില്ലേ അർത്ഥം അല്ലേ? വോളിയം മൈനസ് ആവുക. ഒരു സാധനത്തിന്റെ വോളിയം മൈനസ് നെഗറ്റീവ് ആവുമോ? ഇല്ല. വോളിയം 0 എന്ന് പറഞ്ഞാൽ വസ്തു ഇല്ല. വോളിയം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വസ്തു ഉണ്ട്. വോളിയം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത് എന്തിലല്ല? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലല്ല എന്ന് മനസ്സിലായല്ലോ. ഇനി അപ്പോ ഈ വോളിയത്തിന്റെ ഇവിടുത്തെ ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ആ പോയിന്റിലാണ് തിരിച്ചു വാ. ആ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ആ പോയിന്റിലാണ് ഗ്യാസിന്റെ വോളിയം 0 ആയത്. അല്ലേ? നമ്മ നേരത്തെ എന്ത്? ഗ്യാസിന്റെ വോളിയം 0 ആകുന്ന ടെമ്പറേച്ചർ ആണ് ശരിയായ 0 ടെമ്പറേച്ചർ അല്ലേ? അപ്പൊ ഇവിടെയാണ് ശരിയായ 0 ടെമ്പറേച്ചർ. ഗ്യാസിന്റെ വോളിയം 0 ആകുന്ന ആ ടെമ്പറേച്ചറിനെ ലോർഡ് കെൽവിൻ വിളിച്ച പേരാണ് 0 കെൽവിൻ. അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് absolute zero. അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, അതിനൊരു നിർവചനമുണ്ട്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സോ അബ്സല്യൂട്ട് സീറോ എന്താണ്? അബ്സല്യൂട്ട് സീറോയിൽ ഗ്യാസിന്റെ വോളിയം 0 ആകും. ഓക്കെ. അപ്പൊ അതാണ് ശരിയായ 0 ടെമ്പറേച്ചർ. അപ്പൊ ഈ പോയിന്റിന് അബ്സല്യൂട്ട് സീറോനെ 0 ആയി എടുത്തുകൊണ്ട് കെൽവിൻ പുതിയൊരു ടെമ്പറേച്ചർ സ്കെയിൽ ആവിഷ്കരിച്ചു. ഓക്കെ. Lord Kelvin establishes a new temperature scale by taking absolute zero as a zero. Okay, and that temperature scale is called that temperature scale is called Kelvin scale of temperature. Kelvin scale of temperature. അല്ലെങ്കിൽ വേറെ പേരാണ് absolute scale of temperature. Absolute scale of temperature. അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് thermodynamic scale of temperature. എന്താണ്? thermodynamic scale of temperature. അപ്പൊ ഇതെല്ലാം മൂന്നും തന്നെയാണ്. അതെന്ത് പറഞ്ഞ്? Lord Kelvin establishes a new scale of temperature by taking absolute zero as a zero. Okay,
നമുക്കത് ആബ്സല്യൂട്ട് സീറോന്റെ ഒരു ഡെഫിനിഷൻ പറയാനുണ്ട്. ഓക്കെ, ഇനി ഈ സ്കെയിലിനെ കുറിച്ചിട്ടൊന്ന് പറയാം. അപ്പൊ കെൽവിൻ സ്കെയിലിലെ 0 ഇവിടെയാണ്. ഞാൻ ഇനി അത് ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? കെൽവിൻ സ്കെയിലിലെ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്? -273 ആണല്ലോ. ഇനി ഞാൻ ഇതാ ഇവിടെ നിന്നൊരു -200ലേക്ക് എത്തി, അങ്ങോട്ട് കൂടിക്കൊണ്ട് പോയി. അപ്പൊ എത്ര പോയിന്റ് കവർ ചെയ്തു? ഇവിടുത്തെ എത്ര പോയിന്റ് ഉണ്ട്? 73 പോയിന്റ് ആയില്ലേ? -273, -272, -271, -270, -269 അങ്ങനെ പോയിട്ട് എടുത്തപ്പോൾ എത്രയായി? -200 ആയി. അപ്പൊ എത്ര പോയിന്റ് കവർ ചെയ്തു? 73. അപ്പൊ ഇവിടെ കെൽവിനിൽ എത്രയായിരിക്കും? 0-ൽ നിന്ന് 73 പോയിന്റ് അങ്ങോട്ട് പോവുക. അപ്പൊ എത്രയായി? 73 കെൽവിൻ. സോ -200 ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ സ്കെയിലിൽ 73 കെൽവിൻ ആണ്. വീണ്ടും ഒരു 100 പോയിന്റ് ഇങ്ങോട്ട് പോയില്ലേ? അപ്പോഴല്ലേ -100 ഡിഗ്രി സെൽഷ്യസ് ആയത്. അപ്പൊ ഇതിൽ എത്രയാവും? 173 കെൽവിൻ. വീണ്ടും ഒരു 100 പോയിന്റ് ഇങ്ങോട്ട് പോയാലല്ലേ 0 ആവുന്നത്. അപ്പൊ കെൽവിനിൽ എത്രയായി? കെൽവിനിൽ 273 കെൽവിൻ ആണ്. അപ്പൊ ഡിഗ്രി സെൽഷ്യസിലെ 0-ല് കെൽവിനിൽ എത്രയാണ്? 273 ആണ്. ഇനി വീണ്ടും ഒരു 100 പോയിന്റ് ഇവിടെ പോയാൽ എത്രയായി? 100 ഡിഗ്രി സെൽഷ്യസ് ആയില്ലേ? കെൽവിനിൽ എത്രയാണ്? 373 കെൽവിൻ. വീണ്ടും 100 പോയ 200. അപ്പൊ കെൽവിനിൽ എത്രയാണ്? 473 കെൽവിൻ. ഇപ്പൊ തന്നെ മനസ്സിലായില്ല എന്ത്? കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് എങ്ങനെ മാറ്റാം, ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് എങ്ങനെ മാറ്റാം. നോക്കേ, ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 ആഡ് ചെയ്താൽ കെൽവിനിലെ ടെമ്പറേച്ചർ കിട്ടി. അങ്ങനെ ഡിഗ്രി സെൽഷ്യസിന്റെ ടെമ്പറേച്ചറിന്റെ കൂടെ 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ കിട്ടും. അല്ലെങ്കിലോ കെൽവിനിൽ നിന്ന് 273 മൈനസ് ചെയ്താൽ ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്ക്, ഈ ഇക്വേഷനിലെ ഇനി ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിൽ അപ്ലൈ ചെയ്ത് ടെമ്പറേച്ചർ കെൽവിനിലാകുമ്പോ ടെമ്പറേച്ചർ കുറഞ്ഞ് എപ്പോഴാണ് ടെമ്പറേച്ചർ 0 കെൽവിനിലേക്ക് എത്തുന്നത്? അപ്പൊ എന്താകും? K × 0 0. വോളിയം 0 ആകുന്നില്ലേ? എപ്പോഴാണോ 0 കെൽവിനിലേക്ക് എത്തുന്നത്? അപ്പൊ വോളിയം കുറഞ്ഞ് വോളിയം 0ലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാൾസ് ലോ ഒരു ചെറിയൊരു മാറ്റം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ് ചെറിയൊന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. നേരത്തെ പറഞ്ഞെന്നറിയാവോ? at constant pressure volume of a fixed amount of gas is directly proportional to temperature എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. ഇനെന്തുകൂടി പറയുന്നത് അറിയാവോ? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അപ്പൊ ഒന്നുകൂടി സ്റ്റേറ്റ് ചെയ്താലോ? കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് is directly proportional to temperature in Kelvin scale. Okay. ഇനി നമുക്ക് എന്ത് ബാക്കിയുണ്ടെന്ന് അറിയാവോ? ഈ ആബ്സല്യൂട്ട് സീറോ നമുക്ക് ഡിഫൈൻ ചെയ്യണം. എന്താണ് ആബ്സല്യൂട്ട് സീറോ? നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് ആബ്സല്യൂട്ട് സീറോ? ഒരു ഗ്യാസിനെ കൂൾ ചെയ്തിട്ട് കൂൾ ചെയ്യുന്ന സമയത്ത് ഗ്യാസിന്റെ വോളിയം കുറഞ്ഞുകൊണ്ട് വരും. അവസാനം എവിടെയാണോ അതിന്റെ വോളിയം 0 ആകുന്നത്, ആ 0 ആകുന്ന ടെമ്പറേച്ചറാണ് ആബ്സല്യൂട്ട് സീറോ. പക്ഷെ സംഗതി എന്താ അറിയാമോ മക്കളെ? അങ്ങനെ ഒരു ടെമ്പറേച്ചർ എക്സിസ്റ്റ് ചെയ്യില്ല. പ്രപഞ്ചത്തിൽ എവിടെയും, ഭൂമിയിലല്ല പ്രപഞ്ചത്തിൽ എവിടെയും അങ്ങനെ ഒരു ടെമ്പറേച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒരു ടെമ്പറേച്ചർ എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അതിന്റെ കാരണം എന്തെന്നറിയാവോ? നിങ്ങൾ നോക്ക്, ഗ്യാസിനെ തണുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ കൂൾ ചെയ്ത് കൊണ്ടുവന്നാൽ ആ ടെമ്പറേച്ചറിലേക്ക് ഗ്യാസ് എത്തുകയാണ് എങ്കിൽ ഗ്യാസിന്റെ വോളിയം 0 ആവൂലേ? വോളിയം 0 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഗ്യാസ് ഇല്ലാണ്ടായി എന്നല്ല അർത്ഥം. കുളിപ്പിച്ച് കുഞ്ഞില്ലാണ്ടായി എന്ന് പറഞ്ഞതുപോലെ തണുപ്പിച്ചിട്ട് ഗ്യാസ് ഇല്ലാണ്ടാകും. അത് നടക്കാൻ പാടില്ല.
അങ്ങനെ നടന്നൂടെ? ഇല്ല. എന്താണ് അറിയാവുക? ഗ്യാസ് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ മാറ്റർ ഇല്ലാണ്ടായി എന്നല്ല അർത്ഥം. മാറ്റർ ഇല്ലാണ്ടായി എന്നല്ല അർത്ഥം. ഇതാ ഈ ഗ്യാസിന്റെ ഇതിന്റെ ഉള്ളിൽ ഒരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗ്യാസിനെ തണുപ്പിച്ചിട്ട് എങ്ങാനും നിങ്ങൾ 0 കെൽവിനിലേക്ക് എത്തുമ്പോൾ ഗ്യാസ് ഇല്ലാണ്ടാവണം. അത് പാടില്ല. എന്തേന്ന് ചോദിക്കടോ? കാരണം ഏതൊരു വസ്തുവിനെ നമുക്ക് എനർജി ആക്കി മാറ്റാൻ പറ്റും. ഏതൊരു വസ്തുവിലും എനർജി ഉണ്ട്. അപ്പൊ വസ്തു ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായി? എനർജി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു എന്നല്ല അർത്ഥം. എന്താണ് പണ്ട് 9ാം ക്ലാസ്സിലോ മറ്റോ നിങ്ങൾ പഠിച്ചത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം. എന്താ പറയുന്നത്? എനർജി can neither be created nor be destroyed. എനർജി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റൂല, അതിനെ നശിപ്പിക്കാൻ പറ്റൂല. അപ്പൊ മാറ്റർ ഇല്ലാണ്ടായാൽ എനർജി ഇല്ലാണ്ടായി എന്നല്ല അർത്ഥം. അപ്പൊ എന്താവും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വയലേറ്റ് ചെയ്യപ്പെടും, which is not possible because it is the fundamental law in science. ഒരിക്കലും വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ലാത്ത നിയമമാണത്. അപ്പൊ ഒരിക്കലും മാറ്റർ ഇല്ലാണ്ടാവില്ല. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ടെമ്പറേച്ചർ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റൂല. അതൊരു തിയററ്റിക്കലായിട്ടുള്ള, പറയാൻ പറ്റുന്ന, ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള, ഊഹിക്കാൻ മാത്രം അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ടെന്ന് ഊഹിക്കാമെന്നല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു ടെമ്പറേച്ചർ പ്രാക്ടിക്കലായിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ടെമ്പറേച്ചർ എവിടെയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആബ്സല്യൂട്ട് സീറോയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദി ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ ഓർ ഇറ്റ് ഈസ് ദി തിയററ്റിക്കൽ ടെമ്പറേച്ചർ at which all gases are assumed to be zero volume. അപ്പൊ അങ്ങനെ ആ വേർഡ് നോക്കിയേ, assumed to be എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസുകൾക്ക് സീറോ വോളിയം ആണ് എന്ന് അസ്യൂം ചെയ്യുന്ന ടെമ്പറേച്ചർ ആണത്. അപ്പൊ ഞാൻ ഒന്നുകൂടി അതിന്റെ ഡെഫിനിഷൻ പറയട്ടെ. എന്തെന്ന്? ഗ്യാസുകളുടെ വോളിയം സീറോ ആണ് എന്ന് അനുമാനിക്കുന്ന, ഊഹിക്കുന്ന, assume ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് absolute zero. So absolute zero is the hypothetical or theoretical temperature at which all gases have assumed to be zero volume. Okay? അപ്പോൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരും. അങ്ങനെ തണുപ്പിച്ചോണ്ട് പോയാലോ? തണുപ്പിക്കലില്ല, ഗ്യാസിനെ തണുപ്പിക്കലില്ല. ഉണ്ട്. എന്താണെന്ന് അറിയോ? ഈ ടെമ്പറേച്ചർ എത്തുന്നതിന് മുമ്പ് തണുപ്പിച്ചുകൊണ്ട് വന്നാല് ഗ്യാസ് ആ ടെമ്പറേച്ചർ എത്തുന്നതിന് മുമ്പ് ഗ്യാസിന് രൂപമാറ്റം സംഭവിക്കും. ഗ്യാസ് ലിക്വിഡായിട്ട് മാറും. വീണ്ടും തണുപ്പിച്ചു കഴിഞ്ഞാൽ അത് സോളിഡായിട്ട് മാറും. അല്ലാതെ ഒരിക്കലും എന്താവൂല, ഗ്യാസ് ഇല്ലാണ്ടാക്കപ്പെടൂല. ഓക്കെ അല്ലേ? ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു വസ്തുവിനെ കുറച്ചുകൊണ്ട് വന്നിട്ട് എങ്ങാനും നമുക്ക് കുറച്ചുകൊണ്ട് വരുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ട് വന്നിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ, പറ്റുമെങ്കിൽ പറ്റാവുന്ന ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ അത് 0 കെൽവിനാണ്. പറ്റൂല, എങ്ങാനും പറ്റുമെങ്കിൽ ഏറ്റവും ചെറുത് 0 കെൽവിനാണ്. 0 കെൽവിനേക്കാളും ചെറിയ ടെമ്പറേച്ചർ ഇല്ല. നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ അത് 0 കെൽവിനാണ്. ഒരിക്കലും 0 കെൽവിനേക്കാളും ചെറിയ ടെമ്പറേച്ചർ, അതായത് -1 കെൽവിൻ, ഡിഗ്രി സെൽഷ്യസിൽ -274 ഡിഗ്രി സെൽഷ്യസ് എന്നൊരു ടെമ്പറേച്ചർ ഇല്ല. So the lowest possible temperature is 0 Kelvin according to Charles' law. എന്തുകൊണ്ട്? കാരണം എന്താ മക്കളെ? ഇനിയില്ലേ ഇതിന് താഴെ ടെമ്പറേച്ചർ ഉണ്ടാവണമെങ്കിൽ ഗ്രാഫ് താഴോട്ട് വരണ്ടേ? ചാൾസ് ലോന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് താഴോട്ട് വരണ്ടേ? ഗ്രാഫ് താഴോട്ട് വന്നാൽ എന്താവടോ? വോളിയം നെഗറ്റീവ് ആയില്ലേ? ഗ്യാസിന്റെ വോളിയം നെഗറ്റീവ് ആയില്ലേ? അതിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, ഒരു വസ്തുവിന്റെ വോളിയം പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ വസ്തു ഉണ്ട്, വോളിയം 0 ആണ് എന്ന് പറഞ്ഞാൽ വസ്തു ഇല്ല. വോളിയം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ?
അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. നെഗറ്റീവ് വോളിയം ഈസ് എ മീനിങ്ലെസ് കോൺസെപ്റ്റ്. അപ്പൊ 0 കെൽവിന് താഴെ ഒരു ടെമ്പറേച്ചർ ഉണ്ട് എങ്കിൽ ഗ്യാസിന്റെ വോളിയം നെഗറ്റീവാ. അതെങ്ങനെ? So the lowest possible temperature according to Charles' law is 0 Kelvin. Okay? അതായത് കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് ഇല്ല. ഡിഗ്രി സെൽഷ്യസിൽ നെഗറ്റീവ് ഉണ്ട്. പോയിട്ട് ഏതുവരെ എത്താം? -273.15 ഡിഗ്രി സെൽഷ്യസ് വരെ. അതിന്റെ താഴെ ഒരു ടെമ്പറേച്ചർ ഇല്ല. ഇനിയില്ല, ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ചാൾസ് ലോ അവസാനിപ്പിക്കാം. ഇപ്പൊ ചാൾസ് ലോന്റെ ഗ്രാഫ് നമ്മൾ വരച്ചത് വിയും ടിയും എടുത്തിട്ട് തന്നെയല്ലേ? പക്ഷെ ടി എടുത്തത് എന്തിനാണ്? ഡിഗ്രി സെൽഷ്യസിലല്ലേ? ഡിഗ്രി സെൽഷ്യസിന്റെ പകരം നമുക്ക് കെൽവിൻ തന്നെ എടുത്തിട്ട് ഗ്രാഫ് വരച്ചാലോ? അപ്പൊ എങ്ങനെയാണ് നോക്കാം. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, വോളിയം. അപ്പൊ സ്വാഭാവികമായിട്ടും 0 കെൽവിൻ ആണല്ലോ ഇത്. 0 കെൽവിൻ എത്രയാണ് വോളിയം? 0. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോളിയം കൂടും. അപ്പൊ നമുക്ക് ഗ്രാഫിൽ ഇങ്ങനെ കിട്ടും. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഫുള്ള് വരച്ചില്ല, കാരണം ഒരിക്കലും ഗ്യാസ് എടുത്തൊക്കെ എത്തുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് എത്ര വരച്ചാൽ മതി? താഴോട്ട് ഒരു ഡോട്ട് ലൈൻ ഇട്ടിട്ട് വരച്ചാൽ മതി. എത്രയെങ്കിൽ വോളിയം 0 ആവും. ഓക്കെ. ഇനി ഈ ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കിയിട്ടല്ലേ വരക്കുന്നത്? പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വരക്കുന്ന ഗ്രാഫുകൾക്ക് ഒരു പേരുണ്ട്, ഐസോബാർ. എന്താണ്? ഐസോബാർ. ഐസോബാർ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രാഫ് വരച്ചിട്ടുള്ളത് കോൺസ്റ്റന്റ് പ്രഷറിലായതുകൊണ്ട് ചാൾസ് ലോന്റെ ഗ്രാഫ് ഐസോബാർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ. കുറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. ഓക്കെ, നന്നായിട്ട് നോക്ക്.